സംഭവം. കത്തോലിക്ക മതാന്തരീക്ഷത്തിൽ വളർന്ന ഒരു യുവാവ് വിദ്യാഭ്യാസ യോഗ്യതകൾ പലതും കൈവരിച്ച ശേഷം വീട് വിട്ട് ഇറങ്ങിപ്പോയി. അക്രമപ്രവർത്തനങ്ങളിൽ മുഴുകി വയനാടൻ മലകളിൽ കഴിഞ്ഞിരുന്ന ഒരു സംഘവുമായി കൂട്ടുചേർന്ന് വളരെ ഹീനമായ പല കൊലപാതകങ്ങൾക്കും അയാൾ കൂട്ടുനിന്നു. ഈ യുവാവിന്റെ വീടിന്റെ സമീപത്തുള്ള ഒരു കുടുംബത്തിൽ കവർച്ച നടത്തുവാൻ അക്രമസംഘം തീരുമാനിച്ചു. കവർച്ചയുടെ തലേദിവസം കവർച്ച ചെയ്യപ്പെടുന്ന കുടുംബത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കുവാൻ മേൽപ്പറഞ്ഞ യുവാവ് നിയുക്തനായി. അതനുസരിച്ച് അവൻ സ്വന്തം വീട്ടിലെത്തി. തന്റെ വീട്ടിൽ അന്ന് വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഭക്തി ആചരിക്കുകയും ഈ പിതാവിന്റെ സ്തുതിക്കായി പാവപ്പെട്ട ഒരു കുടുംബത്തിന് അത്താഴം കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ കാഴ്ച കണ്ടപ്പോൾ ആ യുവാവിന്റെ മനസ്സലിഞ്ഞു. താനും കൂട്ടുകാരും പിറ്റേ ദിവസം ചെയ്യുവാൻ തുനിയുന്ന ഹീനമായ പ്രവൃത്തിയെക്കുറിച്ച് അയാൾക്ക് മനസ്താപമുണ്ടായി. അയാൾ കുടുംബാംഗങ്ങളുടെ മുമ്പാകെ പിറ്റേന്ന് ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യമെല്ലാം വെളിപ്പെടുത്തി. ഇനിയൊരിക്കലും അക്രമാസക്തരായ തന്റെ കൂട്ടുകാരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു. ആ യുവാവിനുണ്ടായ മനപരിവർത്തനം വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മധ്യസ്ഥതയിലാണെന്ന് ആ കുടുംബത്തിലുള്ള എല്ലാവരും വിശ്വസിച്ചു.